ക്വാളിറ്റി വണ്ണിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ പഴയ വീട് പുതിയതാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആകും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് 13 സെൻറ്റാണ് ഈ പ്ലോട്ട് വരുന്നത്. ഒരു 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ചെറിയ വീട് റിനോവേറ്റ് ചെയ്തിട്ട് 3000 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും മനോഹരമായിട്ടുള്ള വീടാക്കി തീർത്തിട്ടുള്ളതാണ് കേട്ടോ. AF അസോസിയേറ്റ് ഡിസൈൻ ചെയ്ത് ഗ്രീൻ ഷേഡ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ. ഇത് 58 ലക്ഷമാണ് കേട്ടോ ഇതിന് കംപ്ലീറ്റും ആയിട്ടുള്ളത്, ഇൻക്ലൂഡിങ് ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ഭാഗമായിക്കോട്ടെ അത് നല്ല രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കാണുമ്പോൾ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടും, പക്ഷേ ഭയങ്കര മിനിമലായിട്ട് നല്ല ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ കേട്ടോ കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ എഞ്ചിനീയേഴ്സിനും അല്ലെങ്കിൽ ഈ ചെയ്തിട്ടുള്ള ടീമിനെ നമുക്ക് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിക്കൊണ്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും കാണാം. അതുപോലെ എഞ്ചിനീയേഴ്സിനെയും ഫേമിനൊക്കെ നമുക്ക് പരിചയപ്പെടുകയും കൂടി ചെയ്യാം. എൻ്റെ പേര് ആഷിഖ്, ഇത് ഫറാസ്. നമ്മളൊരു AF അസോസിയേറ്റ് എന്നുള്ള ഫേമാണ്. നമ്മൾ 2 ഫേമാണുള്ളത്, AFും ഗ്രീൻ ഷേഡ് ബിൽഡേഴ്സും. AF അസോസിയേറ്റ് ഡിസൈൻ ചെയ്ത് ഗ്രീൻ ഷേഡ് ബിൽഡേഴ്സ് പ്രൊജക്റ്റ് തീർത്തൊരു സൈറ്റിലാണ് നമ്മളുള്ളത്. നമ്മൾ കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫേമാണ്. ഇത് നമ്മൾ കൊമേഴ്ഷ്യൽ പറയുകയാണെങ്കിൽ നമ്മളെ പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിങ്ങുകളായ വാഗൺ മാർട്ട് നമ്മളെ കോഴിക്കോട് 7ഓളം പ്രൊജക്റ്റുകൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നെ റെസിഡൻഷ്യൽ ആണെങ്കിൽ 30+, വർക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ ഈ സൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചായൊരു സൈറ്റായിരുന്നത്. കാരണം ഫുള്ളി റിനോവേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ ഇത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, വളരെ യുണീക്കായിട്ട് നമ്മൾ ചെയ്ത് മിനിമലൈസ് ചെയ്ത് എന്താണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി കൊടുത്തൊരു ലാൻഡ്സ്കേപ്പ്. അതുപോലെ ഇൻറ്റീരിയർ ആണെങ്കിൽ പോലും നമ്മൾ വളരെ ലൈറ്റായിട്ട് ചെയ്ത സംഭവങ്ങളാണ്. കാരണം നമ്മുടെ ക്ലയൻറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും വലുതായിരുന്നു. ഇത് മൂപ്പരെ കൺസേൺ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഓൾറെഡി 2ഓളം ടീം വന്നിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഇത് വരുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ കൺസേൺ ഉണ്ടായിരുന്നു, ഇതിനൊരു മൂപ്പര് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ടുള്ളൊരു വീടും കൂടെ ആയിരുന്നു. നമ്മളെന്ത് ചെയ്തു, അവർക്ക് ക്ലയൻറ്റിൻ്റെ കൂടെ നിന്ന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണത്. അത് ക്ലയൻറ്റ് ഇതിൽ 100% ഹാപ്പിയാണ്, നമ്മൾ വിശ്വസിക്കുന്നു. ശിവപ്രസാദ് സുലജ ദമ്പതികളുടെ വീടാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ കോമ്പൗണ്ട് വാളിനും അതേപോലെ ഗേറ്റിൽ നിന്നൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോമ്പൗണ്ട് വാൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കയറി വരുമ്പോഴത്തേനൊരു ട്രഡീഷണൽ കുറച്ച് ലുക്ക് കിട്ടുന്നുണ്ട്. മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ക്ലാഡിങ് വരുന്നുണ്ട്, ഇതിന് കോട്ടിങ് കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ജാളി വർക്കും വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ആ സിമെൻറ്റിൻ്റെ ആ ഫിനിഷ് നിലനിർത്തിക്കൊണ്ട് പ്ലാസ്റ്ററിങ് മാത്രം ചെയ്തിട്ടുള്ള ആ രൂപത്തിലാണ് ബാക്കി ഡിസൈനും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് വണ്ടിയൊക്കെ വരുന്ന ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോബിൾ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനിങ്ങനെ കയറി വന്നാൽ ഗേറ്റ് വരുന്നുണ്ട്. ഗേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് വരുന്നത്, ഇൻഡസ്ട്രിയൽ വർക്കാണ് വരുന്നത്. ഇത് വരുന്നത് ഫൗണ്ടർ മാക്സിൻ്റെ ഒരു ഷീറ്റാണ് കേട്ടോ. ഇത് വുഡിൻ്റെ ആ ഒരു ഫിനിഷിലാണ് ഇത് വരുന്നത്. അപ്പോൾ ആ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളും എന്നാൽ നല്ല ചീപ്പായിട്ടാണ് വരുന്ന ഒരു സാധനമാണ് ഇത്. ലുക്കിനൊക്കെ ഒന്നും ബാധിക്കാത്ത വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് മുറ്റത്ത് ലാൻഡ്സ്കേപ്പിങ്ങിൽ, അതായത് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് താന്തൂർ സ്റ്റോൺ ആണ് കേട്ടോ. ഈ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ നാച്ചുറൽ പ്ലാന്റ്സും അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലാണെന്ന് എനിക്ക് ഈ ഒരു സ്പേസ് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവിടെ ഒരു ഫൗണ്ടെയിൻ വരുന്നുണ്ട്. ഈ ഫൗണ്ടെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തുനിന്നും ഇത് ഭയങ്കര വിസിബിളാണ്. ഇപ്പോൾ നമ്മൾ എൻട്രൻസിൽ, ഇപ്പോൾ കോർട്ട്യാർഡിലും അതേപോലെ പാഷ്യോ സ്പേസിലൊക്കെ നമ്മൾ ഫൗണ്ടെയിൻ കൊടുക്കലുണ്ട്, നമ്മൾ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫ്രണ്ടേജിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും ഇതിൻ്റെ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മുന്നിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു ഏരിയ, ഒരു പീസ്ഫുള്ളായിട്ട് വെള്ളമൊക്കെ ചാടുമ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നാച്ചുറലായിട്ടുള്ള പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പെബിൾസും പിന്നെ പാത്ത് വേ ഒക്കെ കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആയിട്ട് ഒരു ഇരിക്കുന്ന ഏരിയ ഉണ്ട്. ഇവിടെ 1600 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ചെറിയ വീടായിരുന്നു. അതിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നല്ല രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എടുത്തെടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഏരിയയിൽ ഒരു ഡിപ്പ് ഇട്ടുകൊണ്ട് അവിടെ ആയിട്ട് പെബിൾസും അതേപോലെ തന്നെ ബാമ്പൂൻ്റെ ആ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇതൊക്കെ ഒരു പ്ലാന്റർ ബോക്സ് അതിൻ്റെ അവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഓൾറെഡി ഈ സൈറ്റിലുള്ളതായിരുന്നു. അതൊക്കെ നിലനിർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളുടെ ഈ വീടിൻ്റെ ഒരു എലവേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട്
കണ്ടംപററി ആൻഡ് ട്രോപ്പിക്കൽ മിക്സഡ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓരോ റൂഫ് ആയിക്കോട്ടെ, കോൺക്രീറ്റ് റൂഫ് വരുന്നുണ്ട്, പിന്നെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. റൂഫ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ പെയിൻറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ നോക്കിയാൽ ഇവിടെ ഒരു ബോക്സ്, ഇത് ബേ വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ ഈ ബേ വിൻഡോന്നും ഇതിനക്ക് ആക്സസ് കിട്ടുന്നത് ഉള്ളിൽ നിന്നും ബാൽക്കണിന്നും ഒക്കെ. ഈ ഒരു ഫൗണ്ടെയിൻക്ക് ഈ ഒരു വാട്ടർ ബോഡിയിലേക്ക് ആക്സസ് കിട്ടും വിധത്തിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബോക്സ് ടൈപ്പിൽ ഒരു റീഡിങ് സ്പേസ് ഒക്കെ ആയിട്ടാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ ലൈബ്രറിയൊക്കെ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചുറ്റിലായിട്ടാണ് ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പ്ഡ് ആയിട്ടാണ് സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത്. ഇതൊക്കെ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കയറിക്കഴിഞ്ഞാൽ ബാക്കി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 പില്ലർ കൊടുത്തിട്ട് അതിനൊരു ഡാർക്ക് കളറൊക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ സീറ്റിംഗ് കം സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഷൂ റാക്ക് എന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ WPC ആണ് കേട്ടോ. മെറ്റീരിയൽ വരുന്നത് വൈറ്റ് ആൻഡ് ഗ്രേ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ലൈറ്റ്, അതായത് ടർക്കിഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ലൈറ്റ്സിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ മെയിൻ ഡോർ നോക്കിക്കഴിഞ്ഞാൽ തേക്ക് വുഡിൽ മിനിമലായിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു മെയിൻ ഡോറാണ്. ഒരൊറ്റ ഡോറാക്കിയിട്ട് ഈ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല എലഗൻറ്റ് ലുക്കിലുള്ള ഒരു ഹാൻഡിൽസ് തന്നെയാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അതേപോലെ ഇവിടെ ഈ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സിമൻറ്റ് ടെക്സ്ചറാണ്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകളാണ് കാണാനുള്ളത്. നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകൾ കാണാം. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. ഫസ്റ്റ് തന്നെ വരുന്നത് എൻ്റെ ഇടതുഭാഗത്തായിട്ട് ലിവിങ് സ്പേസ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വലതുഭാഗത്തായിട്ട് ലൈബ്രറിയും അതേപോലെ പ്രെയർ ഹാളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടല്ലോ, ലൈബ്രറിക്ക് ബുക്കൊക്കെ ഈ ഒരു ഭാഗത്ത് ഷെൽഫ് സെറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എക്സ്റ്റീരിയറിന് കണ്ടിട്ടുള്ള ബേ വിൻഡോ ആണ്. ഇത് ഈ ലൈബ്രറിക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് 300x500 കേട്ടോ. അതേപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഈ ഭാഗത്തായിട്ട് പ്രെയർ ഹാൾ വരുന്നുണ്ട്, അത് കാണിക്കുന്നില്ല. പിന്നെ സീലിംഗ് ഒക്കെ ഒരു വൈറ്റ് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയർ, പിന്നെ വുഡും ആണ്. ആ ഒരു കളർ കോമ്പിനേഷനിലാണ് മാക്സിമം ചെയ്തിട്ടുള്ളത്. ഷെൽഫും കാര്യങ്ങളും ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള ഇവിടെ ഒരു സോഫയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലിവിങ് സ്പേസിൽ നല്ല രീതിയിലുള്ളൊരു സോഫ, ഒരു ബീച്ച്, കുറച്ചൊക്കെ ഡാർക്ക് ബീച്ച് വരുന്ന ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വിൻഡോയ്ക്കായിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കേർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വിൻഡോ ഒക്കെ വരുന്നത് അലുമിനിയാണ് മെറ്റീരിയൽ വരുന്നത്. അതേപോലെ ഈ ഭാഗത്ത് ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സ്ലൈഡിങ് ആയിട്ടുള്ള ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള കർട്ടൻ ഒരു ഗ്രേ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കോഫി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ലിവിങ് സ്പേസിലായിട്ടാണ് കേട്ടോ. ഈ ഭാഗത്ത് ഇതിൻ്റെ ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ഗോൾഡൻ ആൻഡ് ഒരു ഗ്രേ കളറിലാണ്. അതേപോലെ സ്റ്റോറേജ് സ്പേസ് താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ WPC ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇവിടെ ആയിട്ട് കുറേ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ട് കേട്ടോ. സീലിംഗ് നോക്കിക്കഴിഞ്ഞാലും സ്ട്രിപ്പ് ലൈറ്റുകളും അതേപോലെ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ പോർഷനിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഓലെ വിളക്കും കാര്യങ്ങളൊക്കെ. ഈ ഒരു പോർഷൻ, അതായത് നേരെ വരുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ. ഡൈനിങ് ഏരിയൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഈ കോർട്ട്യാർഡിനെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. 6 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണിത്. നല്ല സീറ്റ് ആയിക്കോട്ടെ, ചെയേഴ്സും അതേപോലെ ഇതിൻ്റെ ടേബിളൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് വന്നാൽ ചെറുതായിട്ടൊരു ഡിപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ഫ്ലോറിങ്ങിലായിട്ട് പെബിൾസും അതേപോലെ തന്നെ സ്റ്റോണുമാണ് വെച്ചിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിന് നൽകിയിട്ടുണ്ട്. ഇവിടേക്കായിട്ട് പാനലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വാഷ് ബേസിൻ്റെ ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ താഴെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഏറ്റവും നാച്ചുറൽ പ്ലാന്റും ഇവിടെ ഒരു വിൻഡോയും വരുന്നുണ്ട്. അതിന് റോമൻ ബ്ലൈൻഡാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്കായിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ WPC ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ചുകൂടി ഒരു ഡബിൾ ഹൈറ്റ്, ഈ ഒരു സ്റ്റെയർ ഇങ്ങനെ ചുറ്റി വരുന്നതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയ്ക്ക്, അതായത് ഈ കോർട്ട്യാർഡ് സ്പേസിക്കും ഈ ഒരു മൊത്തത്തിലുള്ള സ്പേസിക്കും മാക്സിമം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റൗണ്ട്
ഷേപ്പ് കൊടുത്തിട്ട് അത് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ബെഡ്റൂം കാണിച്ചു തരാം. അടുത്തതായിട്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം കാണിച്ചു തരാം. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു വാർഡ്രോപ്പിൻ്റെ മീൻ സീറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ഏരിയ വരുന്നത് 246 250 കേട്ടോ സൈസ് വരുന്നത്. വാർഡ്രോപ്പ് ഇവിടെ ഡബിൾ ഡോറായിട്ട് നൽകിയിട്ടുണ്ട്. മിറർ യൂണിറ്റ് ഇതിന് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് തന്നെയാണ്. പിന്നെ ബെഡ്റൂമിലേക്ക് വന്നാൽ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 280 345 കേട്ടോ. ഈ ഒരു പോർഷന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. നോർമൽ ആയിക്കൊണ്ട് കൂടുതലായിട്ട് ഇന്ത്യയെ വോക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം കൊടുത്തിട്ട് ഒരു ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഹെഡ് പോർഷനൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡ് ടേബിൾ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് അയൺ ബോക്സും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. പഴയ വീട് നിലനിർത്തിക്കൊണ്ട് അതിൽ എക്സ്റ്റെൻഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പില്ലേഴ്സും അതേപോലെ ബീമും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ തോന്നാം. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട്, കാരണം ഇവർക്ക് ഈ വീട്ടുകാർക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ 30 വർഷത്തോളം ഏകദേശം വീടിന് പഴയ വീടിന് പഴക്കമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ അത് നിലനിർത്തിക്കൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി സെക്കൻഡ് ബെഡ്റൂം എവിടെയാണ് വരുന്നത്? ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒരു ചെറിയ ബെഡ്റൂമാണ്. 262 282 ആയിട്ടാണ് സൈസ് വരുന്നത്. ഒരു ചെറിയ ബെഡ്റൂമാണ്, അത് കാണിക്കുന്നില്ല. പിന്നെ കിച്ചൺ ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് അത് കിച്ചൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. 2 പാർട്ടാക്കിയിട്ടാണ് കേട്ടോ ഈ വീടിൻ്റെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് വർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ WPCയിൽ മൈക്ക ലാമിനേഷനാണ് വരുന്നത്. ഇത് ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. ക്യാബിനറ്റുകൾ, അപ്പർ ക്യാബിനറ്റുകളും ലോവർ ക്യാബിനറ്റുകളും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ക്ലോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ക്ലോക്കറി യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 3/4 ഭാഗം വെള്ളമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ പാത്രങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. ഇതും ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലാണ് കംപ്ലീറ്റും ചെയ്തിട്ടുള്ളത്. ബാക്കി റെഫ്രിജറേറ്റർ ആയിക്കോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് കിച്ചൻ്റെ കാഴ്ചകൾ വരുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോറാണ്. സ്റ്റെയറിന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ G ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വുഡാണ് വരുന്നത്, തേക്ക് വുഡ്. ഇതിൻ്റെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ തേക്ക് വുഡ് തന്നെയാണ് ഇൻഡസ്ട്രിയൽ വർക്കും ചെയ്തിട്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ ഒരു മിറർ, മറ്റേ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു മിറർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടി നമുക്ക് ഈ സ്റ്റെയറിൻ്റെ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഫസ്റ്റ് ഫ്ലോർ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്റ്റെയർ G ഷേപ്പിലുള്ള സ്റ്റെയർ ആയതുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ട്. നല്ലൊരു വൈബാണ് കേട്ടോ. താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഫ്രെയിമും കാര്യങ്ങളും, ഡൈനിങ് ഏരിയ, കോർട്ട്യാർഡ്, ഇതൊക്കെ നല്ല വ്യൂ ആണ്. സീൻ ബിലോ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടെറസ് അവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ബെഡ്റൂം വരുന്നുണ്ട്. മാസ്റ്റർ ബെഡ്റൂം, ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ്. നമുക്ക് ആദ്യം തന്നെ മാസ്റ്റർ ബെഡ്റൂം കണ്ടുകൊണ്ട് തുടങ്ങാം. മാസ്റ്റർ ബെഡ്റൂം ഒരു വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിൽ ഗ്രേ ഒക്കെ ചൂസ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 455 310 വരുന്നത്. ഈ ഒരു ഏരിയൻ്റെ ഇതിൻ്റെ വാർഡ്രോബും അതേപോലെ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. കംപ്ലീറ്റ് വാളിൽ ഒരു 3/4 ഭാഗം വാളിലായിട്ടാണ് വിൻഡോ നൽകിയിട്ടുള്ളത്. ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പണബിൾ ആയിട്ടുള്ള വിൻഡോ ആണ്. അതേപോലെ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ ലൂവേഴ്സ് പാനലിങ് ചെയ്തിട്ടുണ്ട്. അത് സിമെൻറ്റ് ടെക്സ്ചറാണ് കേട്ടോ ആ വാളിൽ ചെയ്തിട്ടുള്ളത്. ഒരു ക്യൂൺ സൈസ് ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറാണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പോർഷനിൽ. ഈ ഒരു ബാൽക്കണി എന്നാൽ നമുക്ക് മാക്സിമം ലാൻഡ്സ്കേപ്പിൻ്റെയും ആ ഫൗണ്ടൈനും വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ള നമുക്ക് എടുത്ത് പറയാം. നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്നും അതേപോലെ അവിടെ നിന്നൊക്കെ ബാൽക്കണി കൊടുക്കുന്ന സമയത്ത് ഒരു ഏരിയ, ഒരു സെപ്പറേറ്റ് ഏരിയ മാത്രമായിട്ടേക്കാണ് നമുക്ക് വ്യൂ ഉണ്ടാവുക ഒരു സൈഡിലൊക്കെ ആയിട്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു പോർഷനിൽ നിന്നാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോർഷനിൽ നിന്നാൽ നമ്മൾ ആ ഒരു വാട്ടർ ബോഡീൻ്റെയും അതേപോലെ ലാൻഡ്സ്കേപ്പൊക്കെ കാണും വിധത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും ചെറുതായിട്ടൊരു സ്ലോപ്പ് വരുന്നുണ്ട്. അതൊക്കെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത WC പാനലിങ് യൂസ് ചെയ്തിട്ട് PVC പാനലിങ് യൂസ് ചെയ്തിട്ട് ലൈറ്റ്സ്, ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ അയച്ച് സിലിണ്ടറിക്കൽ ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ വർക്കാണ് വരുന്നത്. ഇതിൻ്റെ ഫ്ലോറിങ് ഇത് കുറച്ച് ഡിപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലോറിങ്ങിൽ ചെയ്തിട്ടുള്ളത് ടൈല്, വുഡിൻ്റെ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. വുഡൻ ടൈല്. പിന്നെ അതേപോലെ നല്ലൊരു അടിപൊളി പ്ലാന്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. കർട്ടൻസ് ഒക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞല്ലോ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ മാറിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ആയിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. മിറർ യൂണിറ്റ് അറ്റാച്ച് ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഒരു ഗ്രേ കളർ WPCയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. മൈക്ക ലാമിനേഷനാണ് വരുന്നത്. ഇനി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ഗ്രേ കളറാണ് ടൈല് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വാഷ് ബേസിനും
അതേപോലെ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ലെങ്ത് കൂടുതലായിട്ടുള്ള ഒരു ബാത്റൂം, ഒരു ടോയ്ലറ്റാണ് വരുന്നത്. ഇത്രയാണ് മാസ്റ്റർ ബെഡ്റൂം പറയാനുള്ളത്. പിന്നെ സീലിംഗ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ സീലിംഗ് ഈ ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കുറച്ചും കൂടി ഹൈറ്റിൽ ചെയ്തിട്ട് ഇവിടെയായിട്ട് ലൂവേഴ്സ് പാനലിങ് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഇത് ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് സൈസ് ഉണ്ട്, ഇത് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ആ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലായിട്ടുള്ള ബാക്കി ബെഡ്റൂംസും കാര്യങ്ങളും കാണാം. ഇതിന് തൊട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് മറ്റേ ബെഡ്റൂം, സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇതിൻ്റെ കളർ കോമ്പിനേഷനിൽ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ വാൾഡ്രോപ്പിൻ്റെ കളറാണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽസ് ഒരു ഗോൾഡൻ വന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു വാൾഡ്രോപ്പ്. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ള കമൻറ്റ് ചെയ്യാം. പിന്നെ ബെഡ് കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യൂൺ സൈസ് ബെഡ് കോട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇതൊക്കെ ഫിക്സഡ് ആയിട്ടുള്ളതല്ല കേട്ടോ, മൂവബിൾ ആയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. 2 സൈഡ് ടാബിൾ നൽകിയിട്ടുണ്ട്. ഈ പാനലിങ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പാനലിങ് തന്നെയാണ് സെയിം യൂസ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ആയിക്കൊണ്ടുള്ളൊരു ബാത്റൂം കൂടി ഇവിടെ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നൽകിയിട്ടുള്ളത്. സെയിം ആയിട്ടുള്ള ടൈലൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റഡി ഏരിയ ഒരു മിറേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഈ ഒരു രൂപത്തിലൊക്കെ നല്ല രീതിയിലൊരു ഇൻഡസ്ട്രിയൽ വർക്കിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ചീപ്പായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് എടുത്തിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഓരോ എൻജിനീയർമാർ നമ്മൾ ഏൽപ്പിക്കുന്ന ടീമിനനുസരിച്ചിരിക്കും. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് അത് ഡിസൈൻ ചെയ്ത് തരിക, റിനോവേറ്റ് ചെയ്ത് തരിക എന്നൊക്കെ പറയുന്നത് തന്നെ നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ സീലിംഗ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ജിപ്സം സീലിംഗ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗത്ത് കാണുന്നത് കംപ്ലീറ്റ് സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ട് കർട്ടൻസ് നൽകിയിട്ട് നല്ല വൈറ്റ് കർട്ടൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിങ്ങിലും അതേപോലെ തന്നെ നമ്മൾ വാട്ടർ ബോഡി അതിൻ്റെയും വ്യൂ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡിപ്പിട്ടിട്ട് ചെയ്തു. താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ സെയിം അവിടെ ആ ബാൽക്കണി കണ്ട് വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിട്ടുള്ളത്. പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോർഷനിലായിട്ട് ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് ഏത് രൂപത്തിലും സെറ്റ് ചെയ്യാൻ വിധത്തിലാണ് കേട്ടോ ആ ഒരു വാട്ടർ ബോഡി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ബബിൾസ് നാച്ചുറൽ പ്ലാന്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ടും എടുത്തെടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ 2 താഴെയായിട്ട് ഗ്രൗണ്ട് ഫ്ലോർ 2 വരുന്നത്. ഇനി ഇവിടെ ആയിട്ട് ഒരു ഹോം തിയേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഈ ഒരു രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്ട്രിപ്പ് ലൈറ്റും സൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് TV ഒക്കെ കൊടുത്തിട്ട് നല്ല വലിയ സൈസ് TV ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ വരുന്നത് കേട്ടോ. 1600 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് 13 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റ് ആയിട്ട് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. 58 ലക്ഷം രൂപക്കാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പും എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസാണ് വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് വീട് എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.